ലിക്കർ ഷാപ്പിലെ തൊഴിൽ പ്രശ്നം തീർക്കാമെന്ന് പറഞ്ഞല്ലേ താൻ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? എന്നിട്ട് അവർക്ക് എവിടെ? ഇപ്പോഴെത്തും. അതിൽ നേരത്തെ വന്നൊരാൾ സഖാവിനെ കാണാനായിട്ട് മുറിയിൽ ഇരിപ്പുണ്ട്. ഒന്നങ്ങോട്ടേ എന്നാട്ടെ. എന്ന് തുടങ്ങിയ നിന്റെ ഈ ബിസിനസ്? നിന്നോടാ ചോദിച്ചത്? സേവിയറാണോ നിന്നെ ഇവിടെ വെച്ചോണ്ടിരിക്കുന്നത്? പിന്നെ നീ എങ്ങനെ ഇവിടെ എത്തി? പറയടി. അത് ഞാൻ തന്നെ. ആന്റോ എന്നെ ചതിച്ചു. വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട്. കരയുന്നോ? ഇങ്ങനെ നാണം കെട്ട് കണ്ടവന്റെ കിടപ്പറയെ കയറി നിരങ്ങുന്നതിനേക്കാൾ ചത്തൂടെ എനക്ക്? എടാ സേവരെ, നീ എന്താ എന്നെ പറ്റി കരുതിയത്? ക്ഷമിക്കണം മിസ്റ്റർ ശിവദാസ്, അവനെ ഒന്നും പറയണ്ട. ഇതെല്ലാം എന്റെ ഒരു ഏർപ്പാടായിരുന്നു, നമുക്ക് നേരിലൊന്ന് കാണാൻ. എന്തിന്? കാരണം എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്നോട് അല്പം വെറുപ്പുണ്ടെന്ന് തോന്നി. ഏയ്, എനിക്ക് നിങ്ങളോട് വെറുപ്പില്ല, അറപ്പേ ഉള്ളൂ. ശിവദാസ്, കയ്യിലെ പണവും സ്വാധീനവും പേശുബലവും കൊണ്ട് പാർട്ടിയിൽ നിമനെപ്പോലെ ചില ചണ്ടികളെ നിങ്ങളുടെ വരുതിക്ക് വരുത്തിയെന്ന് വരാം. പക്ഷെ എല്ലാവരെയും അങ്ങനെ കാണരുത്. ശ്രീമൻ ശിവദാസ് നമ്മെ തെറ്റിദ്ധരിച്ചാണ് സംസാരിക്കുന്നത്. ഇല്ല സ്വാമി, സ്വാമിയെ കുറിച്ച് ശരിയായിട്ട് മാത്രമേ ഞാൻ ധരിച്ചിട്ടുള്ളൂ. ജനലക്ഷങ്ങൾ ആരാധിക്കുന്ന ഒരു ധർമ്മസ്ഥാപനത്തിന്റെ മഠാധിപതിയായിരുന്ന കാലത്ത് സ്വാമി കളിച്ച കളി ദയവ് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കളിക്കരുത്. ഇതൊരു അപേക്ഷയാണ്. സാറൽപ്പം തിരക്കിലാണ്. ശിവേട്ടനൊന്നും തടാൻ ഒരു ബ്ലാക്ക് ആറ്റോ ആയില്ല കേട്ടോ. മേയർ എന്ന് തുടങ്ങി പുതിയ പണി. പുറത്തേക്ക് പോ. അല്ല, ശ്രീകല മാഡം അകത്തുണ്ടായിരുന്നോ? മാഡം ഈയിടെ ഒരുപാട് പേരെ ഐസ്ക്രീം കഴിപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അല്പം സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ഐസ്ക്രീം കഴിപ്പിക്കും. എന്തേ? ഒരു ജില്ലയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഭരണ ചുമതലയും കയ്യിലുണ്ടെന്ന് കരുതി നാട്ടിലെ പെണ്ണുങ്ങളെ മുഴുവൻ നിന്റെ കാൽ കീഴിൽ കൊണ്ടുവരാമെന്ന് കരുതി? അല്ല സഖാവെ, ഞാൻ പറയുന്നത് ഒരു പാവപ്പെട്ട പെണ്ണിനെ ആശയും മോഹവും കൊടുത്തവൾ ആശിപ്പിച്ച് മേലാളന്മാർക്ക് കാഴ്ചവെക്കുന്ന നിന്നെപ്പോലത്തെ പരമനാറിയ. അയ്യോ, ഒരു കുഴപ്പമില്ല. ശിവേട്ടൻ മേയർ അടിതട പഠിപ്പിച്ചോണ്ടിരിക്കുക. ഭംഗിയായി നടക്കട്ടെ ശിവേട്ട. മേയർ പണ്ടേ അടിതടയിൽ മോശമാണ്, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. മിണ്ടിപ്പോരുത്, ശബ്ദിച്ച കുത്തി കീറിക്കളെ ഞാൻ.